വരൂ സാർ, എവിടെയാ ഇരിക്കുന്നേ? ഞങ്ങൾ കസേരയിൽ ഇരിക്കൂ, അല്ലാതെ വേറെ എവിടെ ഇരിക്കാനാ? Table for 5 persons, please. ഷുവർ മാഡം. Thanks. യവനൊക്കെ എവിടെന്ന് വരുന്നുവോ? ഒന്ന്, രണ്ട്, മൂന്ന്. ഒന്ന് കുറവല്ലേ? ഞാൻ പോയി ഇപ്പൊ എടുത്തോണ്ട് വരാം. നീ എന്തിനു തല്ലിയത്? നീയും കിട്ടിയിരിക്കാൻ പോയപ്പോ ചേറ് വലിച്ചതല്ലേ? എടാ, അതൊരു മര്യാദക്ക് ചെയ്തതാ. മനസ്സിലായോ നിനക്ക്? കഴുതേ. ആ, മനസ്സിലായി. ആരെങ്കിലും ഇരിക്കാൻ പോകുമ്പോ കസേര വലിച്ചാൽ അതിന്റെ പേര് മര്യാദ എന്നാണ്. അല്ല, ഞാൻ എവിടെ ഇരിക്കുക? Stupid. കിട്ടി ഡാൻസ്. Sure. ഇന്നെന്തായാലും കിട്ടിക്കൊരു കാര്യം മനസ്സിലായി. ബന്നി ഒരു ഡാൻസർ ആണെന്ന്. സംശയമുണ്ടോ? ഞാനും നല്ലൊരു ഡാൻസർ തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. പക്ഷേ അതെങ്ങനെയാണ് കിട്ടി മനസ്സിലാക്കുക? നീ ഡാൻസ് കാണിച്ചാലേ അത് മനസ്സിലാവൂ. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഡാൻസ് ഉടനെ നിർത്തണം. കലക്കി പോപ്പൻ, നീ പാട്ടിൽ കൂടെ തീപ്പൊരി തന്നെ കൊണ്ടുവന്നു. അത് പാടിയത് കാരണമല്ല, മുളക് കാരണം വന്നു പോയതാണ്. സംശയമുണ്ടോ? ജ്യൂസ് കഴിക്ക്, വായിലേരി മാറി കിട്ടും. വേണ്ട വേണ്ട, ജ്യൂസിന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ വെള്ളം കുടിച്ചാ മതി. എനിക്ക് വേണം ജ്യൂസ്. കൂടാതെ പോപ്പട്ടും വേണം ജ്യൂസ്. ഏതൊക്കെ ഫ്രഷ് ജ്യൂസ് ആണുള്ളത്? മാഡം, ഞങ്ങളുടെ അടുത്ത് ക്യാൻ ജ്യൂസേ ഉള്ളൂ. 500 വെറൈറ്റിയിൽ കൂടുതലുണ്ട്. 50 രൂപ മുതൽ 500 രൂപ വിലയുള്ള ബോട്ടിൽസും ഉണ്ട്. ഞങ്ങളുടെ ഫെസിലിറ്റി എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ള ജ്യൂസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഹണി, കാച്ച് പിടിക്ക്, പൊട്ടാൻ പാടില്ല. ഹണി ക്യാച്ച്. അളിയ, ഒന്ന് പതുക്കെ എറിയന്നെ അളിയ.
നിൽക്കവിടെ. നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോറി സർ, അറിയാതെ സംഭവിച്ചതാ, ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങൾ കാരണം റെസ്റ്റോറന്റ് തന്നെ തീ പിടിച്ചിരിക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കൂ. ഇതാ എല്ലാരും സീറ്റ് എടുത്തോളൂ. എന്ത് കാര്യത്തിനാണ് സ്വീറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്? റോഡ് മുഴുവൻ വലിയ വലിയ കുഴികളാണ്. ഇന്ന് കിറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അടികൈ. ഹാപ്പി ബർത്ത്ഡേ കിറ്റി. താങ്ക് യു. കിട്ടി, പാർട്ടി തരുന്നുണ്ടോ? ബർത്ത്ഡേ എന്റെയാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് പാർട്ടി തരണോ? പാർട്ടി ഞങ്ങൾ തരാം, സംശയമുണ്ടോ? വൗ, ഇതാണ് നല്ല ഫ്രണ്ട്ഷിപ്പ്. എന്റെ അങ്കിളിന് അടിപൊളി ഒരു ധാബയുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോവില്ല. ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാൻ പോവാണ്. ശുചിത്വമായിരുന്നാൽ രോഗങ്ങൾ തടുക്കാം. വാഗിറ്റി, നമുക്കെല്ലാവർക്കും സ്വീറ്റ് കൊടുക്കാം. അടികൈ. ബൈ, ഞാൻ വൈകിട്ട് വെയിറ്റ് ചെയ്യാവേ. ഓക്കെ കുട്ടികളെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ബൈ. ബൈ. സിനിമ കണ്ടാൽ എപ്പോഴും വരും ഹരം. ഇപ്പോൾ തുടങ്ങും മത്സരം. അടികൈ. കർത്ത, വേഗം വേഗം ഓട്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഇപ്പൊ കണ്ടോ? കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ ജയിച്ചു. ജോക്കറിനെ കണ്ടാൽ കുട്ടികളെല്ലാം ചിരിക്കുന്നു. ബണ്ണിയുടെ ടീം ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്നു. അടികൈ. ജയിക്കണമെങ്കിൽ ഇതുപോലെ ജയിക്കണം. എന്റെ സുഹൃത്ത് കണ്ടില്ലേ, 2 മെഡൽ കരസ്ഥമാക്കിയത്. ഇവൻ എങ്ങോട്ടായി പോകുന്നത്? ഇവൻ വീണ്ടും ഡിസ്ക്വാളിഫൈ ആയി. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ നൂഡിൽസ് എന്താ ഇതുവരെ തീരാതിരിക്കുന്നത്? നീ എന്തായി കാണിച്ചേ?
അല്ല, അല്ല, എന്ത് പറ്റി? ഒരു പക്ഷേ ഞാൻ നൂഡിൽസ് മര്യാദക്ക് കഴിച്ചു കാണില്ല, അതുകൊണ്ടായിരിക്കാം അവരെന്നെ തല്ലിയത്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നതിൽ കുറയ്ക്കയില്ല. ഇഷ്ടപ്പെട്ട ഗാനം ലൈവ് ബാൻഡിൽ തന്നെ നിങ്ങൾക്ക് പാടാവുന്നതാണ്. അവസ്ഥ നന്നായിട്ടുണ്ട്. പൂവിന് നല്ല നറുമണവുമുണ്ട്. അടികൈ. എടാ ഒന്ന് സൂക്ഷിച്ച്. എടാ നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അറ്റാക്ക് ചെയ്യാനാണോ? ഇല്ല സർ, ഇവിടെ നാഷണൽ ചാമ്പ്യന്റെ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പോൾ വാൾട്ടിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹൈ ജമ്പിൽ. ഞാൻ ഡിസ്കസ് ത്രോയിൽ. ഞാൻ ജാവലിംഗ് ത്രോയിൽ. ഓ വേണ്ട വേണ്ട വേണ്ട. അതെന്താ? സദ്യയാണെങ്കിൽ അത് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം. കളിക്കുകയാണെങ്കിൽ അത് മൈതാനത്തിൽ പോയി കളിക്കണം. അടികൈ. ഇത് നല്ല ഐഡിയ ആണ്. സംശയമുണ്ടോ? എടാ എന്താടാ ഇത്? നന്ദു ട്രിപ്പിൾ ജമ്പ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങ് വെറുതെ വിഷമിക്കണ്ട, ഞങ്ങള് ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ തുടങ്ങിക്കോ പ്രാക്ടീസ്. ഏറ്റവും കൂടുതൽ മെഡൽ നമ്മൾ തന്നെയായിരിക്കും വാങ്ങേണ്ടത്. എനിക്ക് ജാവലിംഗ് ത്രോയിൽ തീർച്ചയായിട്ടും മെഡൽ കിട്ടും. ദേ നോക്കിക്കോ. ആ, ആ. ആ. അല്ല ഇതാരാ? ഇടിച്ചതിന്റെ മൂക്ക് ഞാൻ പൊട്ടയ്ക്കാൻ പറഞ്ഞേക്കാം. സോറി സാറേ, ഞങ്ങള് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അത് അബദ്ധത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിയതാ. വിട്ടേക്കടാ, നീ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ഇങ്ങനെയാണ് ഉന്നം പിടിക്കേണ്ടത്. ഇതുപോലെ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യടാ. എന്താ ഇത്? നൂഡിൽസ് കിട്ടും. അല്പം ഒന്ന് റിലാക്സ്. ഒന്നുകൂടെ ചേർക്കാനുണ്ട്, കുറെ കൂടെ ചീസ്. സോസ് ഒഴിച്ച് ഇതിനെ ആക്കും ഞാൻ ടോസ്. ടേസ്റ്റി നൂഡിൽസ് ഇനി ആകും ബോസ്. റോണി, ഇത് കണ്ടോ? നിനക്ക് വേണ്ടി ഞാൻ സർബത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മൈ ഡിയർ കിറ്റി, നൂഡിൽസ് ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഇത് കഴിക്കാം. കിറ്റി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാവ്, റോസ് സർബത്ത്. കിറ്റി എനിക്ക് വേണ്ടി അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് ബ്രോ. നീ ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇത് നീ കുടിച്ചോ. ഇതാണ്.
ഒന്ന് വേഗം വരണം കേട്ടോ. എനിക്ക് ഉടൻ തന്നെ ഷോയ്ക്ക് പോകേണ്ടതാണ്. വേഗം വാ. കണ്ടോടാ നീ, ദേ സ്വർണം കൊണ്ടൊരു ശില്പം നടന്നു വരുന്നുണ്ട്. അല്ല ഇതെന്താടാ, ജ്വല്ലറി ഷോപ്പോ? ഇത് കൊള്ളയടിച്ചാൽ നമുക്ക് കുറെ കാലം സുഖമായിട്ട് ജീവിക്കടാ. എന്നാ വാ, നമുക്ക് ഉടൻ തന്നെ പണി തുടങ്ങാം. ആ. ആരാ നിങ്ങള്? നീ കേട്ടോ, നമ്മളോട് തന്നെ ഇവള് ചോദിക്കുകയാണ് നമ്മൾ ആരാണെന്ന്. നമ്മൾ എത്ര വലിയ കള്ളന്മാരാണെന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് നമ്മൾ കൺമഷി അടിച്ചു മാറ്റും, ഹോട്ടലിൽ നിന്ന് ഉപ്പുമാവ് അടിച്ചു മാറ്റും, വേണമെങ്കിൽ നമ്മൾ ആകാശത്തുനിന്ന് അമ്പിളിയമ്മാവനെ അടിച്ചു മാറ്റും. ഞങ്ങൾ ചട്ടിയിൽ നിന്ന് മീൻ അടിച്ചു മാറ്റും, ട്രാക്കിൽ നിന്ന് ട്രെയിൻ അടിച്ചു മാറ്റും, ചായയിൽ നിന്ന് തേയിലപ്പൊടി അടിച്ചു മാറ്റും. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ആരാണെന്ന്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ ഞാൻ ഓടിക്കും. കേട്ടോടാ, ഇവൻ നമ്മളെ ഇവിടുന്ന് ഓടിക്കുമെന്ന്. ഞങ്ങൾ ഓടാം, പക്ഷേ നിന്നെയും കൊണ്ടുപോടാം. മര്യാദയ്ക്ക് അവനെ വിട്ടേക്ക്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാൽ ഇവന്റെ ഷേപ്പ് ഞങ്ങൾ അങ്ങ് മാറ്റും. സഹായിക്കണേ, സഹായിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്ത് പറ്റി കിറ്റി? അവർ റോണിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വേഗം രക്ഷിക്കേ. വരൂ കൂട്ടുകാരെ, റോണിയെ രക്ഷിക്കണം. കിറ്റി, നീ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്ക്. എന്നെ ഒന്ന് വിട്ടേക്കോ, എനിക്ക് വേഗം പോണം. ഇന്നുണ്ട് എന്റെ ഷോ. ഞാൻ നിങ്ങൾക്ക് തരാം ഒരു ഫ്രീ പാസ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം നല്ലൊരു സോങ്. കേട്ടോടാ നീ, ഇവൻ പാട്ട് പാടുകയാണ്. അതെ, റോണിയെ വിട്ടേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. റോണി എവിടെ പോയി? റോണി ആരോ കിഡ്നാപ്പ് ചെയ്തു. എന്ത്? റോണിയെ ഈ സമയത്ത് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെന്നോ? അപ്പൊ നമ്മൾ എങ്ങനെ ഇനി ഷോ നടത്തും? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങ് ടെൻഷൻ അടിക്കണ്ട, ഹണിയും ബണിയും സോർദാറും പോപ്പറ്റും അവളെ രക്ഷിക്കാൻ പോയിരിക്കുക. എടാ കണ്ടോടാ, നമ്മുടെ പണി തീർന്നടാ. എടാ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്?
എന്റെ ഹസ്ബൻഡ് അറിയാം ബോക്സർ അല്ലേ അല്ലല്ല എന്റെ ഹസ്ബൻഡ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ബോക്സറാണ്